തിരഞ്ഞെടുപ്പ് കാലത്ത് എപ്പോഴും ചർച്ചയാകാറുള്ള വിഷയമാണ് രാഷ്ട്രീയത്തിലെ സ്ത്രീ പ്രാതിനിധ്യം. എന്നാൽ ഇത്തവണ ഈ വിഷയം ഒരു വലിയ വിവാദത്തിന് തന്നെ വഴിവെച്ചിരിക്കുകയാണ്. ജനറൽ സീറ്റുകളിൽ വനിതകളെ മത്സരിപ്പിക്കരുതെന്ന സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കത്തിന്റെ പരാമർശമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ചൂടേറിയ ചർച്ചയാവുന്നത്. മത്സരിക്കാൻ പ്രാപ്തരായ പുരുഷന്മാർ ഉള്ളപ്പോൾ സ്ത്രീകൾ എന്തിനു മത്സരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നജ്മ തബ്ഷിറ മറുപടി നൽകിയത്. ഉമർ ഫൈസിയുടെ പ്രസ്താവനയെ എക്സ്പേർഡ് അഥവാ കാലഹരണപ്പെട്ട ചിന്തയെന്നാണ് അവർ വിശേഷിപ്പിച്ചത്. സ്ത്രീയും പുരുഷനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരേപോലെ പ്രാപ്തരാണെന്നും ഇത് ചർച്ച അർഹിക്കാത്ത കാര്യമാണെന്നും അവർ വ്യക്തമാക്കി. അതേസമയം സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ നേരിട്ടിടപെട്ട് ഈ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞു. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത് അതത് രാഷ്ട്രീയ പാർട്ടികളാണെന്നും മതവും രാഷ്ട്രീയവും വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വനിതാ ലീഗും ഹരിതയും ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സജീവ സാന്നിധ്യം ഈ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഉറപ്പാക്കുന്നുണ്ടെന്നും നജ്മ തബ്ഷിറ കൂട്ടിച്ചേർത്തു. ഈ സാഹചര്യത്തിൽ ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പുകളിൽ ഇനിയും ഇത്തരം പഴഞ്ചൻ വാദങ്ങൾക്ക് സ്ഥാനമുണ്ടോ? ഈ വിവാദം വോട്ടെടുപ്പിൽ എന്ത് പ്രതിഫലനമാകും ഉണ്ടാക്കുക? എന്തായാലും രാഷ്ട്രീയ കേരളം ഇത് അതീവ ഗൗരവത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇതോടെ തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ ഇത്തരം വിവാദങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന തിരിച്ചറിവ് ലീഗ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് ജിഫ്രി തങ്ങളെ കൊണ്ട് തന്നെ ഈ പ്രസ്താവന തിരുത്തിക്കാൻ പാർട്ടി മുൻകൈയെടുത്തത്. ഏതായാലും സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും സ്ത്രീകളെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് തങ്ങൾ കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഒപ്പം ജിഫ്രി തങ്ങളുടെ വാക്കുകളിലൂടെ ഉമർ ഫൈസി മുക്കത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല സമസ്തയുടെ നിലപാടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് സമസ്ത. അതോടൊപ്പം ഒരു വലിയ വിവാദത്തിന് തൽക്കാലം തിരശ്ശീല വീണിരിക്കുകയാണ്. സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ തുല്യ അവസരം നൽകുമെന്ന പാർട്ടി നേതൃത്വത്തിന്റെ പ്രഖ്യാപനത്തിനാണ് ഇപ്പോൾ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നത്. ഏതായാലും മുസ്ലിം ലീഗിന് സ്ത്രീ പ്രാതിനിധ്യം ഒരു ബാലികേറാ മല തന്നെയാണ്.